മകനക്ഷത്രക്കാരെ സംബന്ധിച്ച്, ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ രാഹു വരികയും അത് കഴിഞ്ഞ് അഷ്ടമത്തിലേക്കാണ് അവർക്ക് ശനി പോകുന്നത്. അഷ്ടമത്തിലാണ് 29ാം തീയതിക്ക് ശേഷം ശനീശ്വരൻ വരുന്നത്. പിന്നെ മെയ് മാസത്തിലാണ് രാഹു ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു 1.5 മാസമൊക്കെ ഈ ശനിയും രാഹുവും കൂടി ഒന്നിച്ച് അഷ്ടമത്തിലാണ്, അതും മീനൻ രാശിയിലാണ്. അപ്പോൾ അത് വളരെയധികം രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച്, ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് രോഗങ്ങളാണ് കൂടുതൽ വരുത്തുന്നത്. വിഷുഫലത്തിൻ്റെ ആദ്യ 2-3 മാസം അവർ വളരെ കെയർ ചെയ്യുക, രോഗത്തെ വളരെയധികം ശ്രദ്ധിക്കുക. കാല് മുട്ട് വേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. നന്നായിട്ട് മരുന്ന് ആയുർവേദമൊക്കെ ആയിട്ട് കഴിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനി എപ്പോഴും ഗുരുവിൻ്റെ രാശിയിലായതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ആയുർവേദ മരുന്നുകൾ കഴിച്ചാലും നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ രാഹുവാണ് 7ാം ഭാവത്തിൽ വരുന്നത്. 7ാം ഭാവം തന്നെ നമ്മുടെ നിവർത്തിച്ച് തരുന്ന ഭാവമാണ്. എന്ത് കാര്യവും നിവർത്തിച്ച് തരുന്നൊരു ഭാവമാണ് 7ാം ഭാവം. അപ്പം അവിടെ തന്നെ രാഹു വന്ന് നിൽക്കുമ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ ഒരു പ്രാവശ്യമല്ല പോകേണ്ടത്, 1, 2, 3 പ്രാവശ്യം പോയാൽ മാത്രമേ നമുക്കത് സാധിച്ചു തരുന്നുള്ളൂ. പിന്നെ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11ാം ഭാവത്തിൽ നമുക്ക് വ്യാഴമുണ്ട്. ചിങ്ങൻ രാശിക്കാർക്ക് 11ാം ഭാവത്തിൽ മിഥുനത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് സർവ്വ ഈശ്വരകാരകത്വമാണ്. അപ്പം എത്രയൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ആ 11ാം ഭാവം കൊണ്ട്, വ്യാഴം കൊണ്ട് അതിനൊക്കെ ഹനിക്കാനും നമുക്ക് കഴിവുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു വർഷം വളരെയധികം ചിങ്ങൻ രാശിക്കാർ, ഈ മകം നക്ഷത്രക്കാരും വളരെയധികം സൂക്ഷിക്കുക. ഒരു കൊല്ലം നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാട് ചെയ്യുക. പിന്നെ സഹസ്രനാമം നന്നായിട്ട് ജപിക്കുക. രാവിലെ എണീറ്റാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്ത് കാര്യം എന്നൊക്കെ ചിന്തിക്കുക. ആ രാശിയിൽ തന്നെയാണ് കേതു വരുന്നത്. അതാണ് രോഗത്തെ ഉണ്ടാക്കും എന്ന് പറയാൻ കാരണം. അപ്പം രാഹു മാറുമ്പോൾ കേതുവും മാറുന്നു. അപ്പോൾ അവിടെ തന്നെ ആ ചിങ്ങൻ രാശിയിൽ തന്നെ കേതു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. രോഗാവസ്ഥകളും മറ്റും സൂക്ഷിക്കണം. പക്ഷെ സർവ്വ ഈശ്വരകാരകത്വമായിട്ടുള്ള വ്യാഴം 11-ലുള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പക്ഷെ വളരെ ശ്രദ്ധിക്കുക. കുട്ടികളാണെങ്കിലും ബൈക്കൊക്കെ എടുത്തു പോകുന്നത്, ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ബൈക്കൊക്കെ എടുത്തു പോകുന്നവരാണ്. ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക. പിന്നെ ഇതിനൊക്കെ ആയിട്ട് നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് നമുക്ക് വേല് വഴിപാട് കൊടുക്കുക, അതൊക്കെ നല്ലതാണ്. പിന്നെ ഇങ്ങനെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളുള്ളവരാണെങ്കിൽ ചുമന്ന പൂക്കൾ കൊണ്ട് ദുർഗാദേവി ക്ഷേത്രത്തിൽ ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യാം. അപ്പോൾ ചുമന്ന പൂവ് തന്നെ വേണം അതിന്. ഏറ്റവും നല്ലത് ചെത്തിപ്പൂവാണ്. ആ ചെത്തിപ്പൂവിനകത്ത് നാര് കളഞ്ഞ് ജയദുർഗ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പം 7-ലുള്ള തടസ്സവും മാറി അഷ്ടമത്തിലുള്ള ശനീശ്വരൻ്റെ തടസ്സങ്ങളൊക്കെ കുറവ് കിട്ടും നമുക്ക്. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹങ്ങൾക്ക് ഒരു പട്ടും പൂജയൊക്കെ കൊടുക്കുക മാസത്തിലൊരിക്കൽ. അങ്ങനെ ഈ ഒരു വർഷം നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു രാശിയാണ്.